കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പട്ടിക 11 മണിയോടെ വരുമെന്ന് കേൾക്കുന്നു. ആരൊക്കെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്? എംപിമാർക്ക് ഈ നിലവിൽ എംപിമാർക്ക് ഇളവില്ല എന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ എംപിമാരുടെ നീക്കം, പ്രത്യേകിച്ച് കെ സുധാകരന്റെ നീക്കം തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഡൽഹിയിലേക്ക് പോയി വരാം. എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ എന്നറിയാം. ശരത് ലാൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ശരത്ത്, ഇപ്പോൾ തർക്ക സീറ്റുകളിൽ അടക്കം തീരുമാനമായെന്നറിയുന്നു. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല എന്നറിയുന്നു. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിനില്ല, പകരം അവിടെ പ്രതിപക്ഷ നേതാവിന്റെ കടുംപിടുത്തത്തിനൊപ്പം നിന്നു ഹൈക്കമാൻഡ്. മുഹമ്മദ് ഷിയാസ് തന്നെ വരുമെന്നറിയുന്നു. അപ്പോൾ എങ്ങനെയാണ് ചർച്ചകൾ, എങ്ങനെയാണ് അന്തിമ തീരുമാനം? അതുപോലെ തന്നെ നിയമത്തേക്ക് ശബരിനാഥനും അരുവിക്കരയിൽ VS ശിവകുമാറും ഒക്കെയും വരുമെന്ന വാർത്തകൾ വരുന്നു. ഇപ്പോൾ പ്രഖ്യാപനം 11 മണിയോടുകൂടി തന്നെ ഉണ്ടാകുമോ? ഈ തർക്ക സീറ്റുകൾ ഒഴിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനമല്ല, പൂർണ്ണ പട്ടികയാകോ വരുന്നെങ്കിൽ വരുന്നത്? ഒപ്പം തന്നെ ഉള്ളത് ഇനി എംപിമാരുടെ കാര്യമാണ്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ആദ്യം ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവസാനം കിട്ടുന്ന അപ്ഡേറ്റുകൾ ശരത്ത്? ഗുഡ് മോർണിംഗ് സീതലക്ഷ്മി. ഇന്ന് പുലർച്ചെയാണ് പട്ടിക സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എത്തിച്ചത്. കൃത്യം പറഞ്ഞാൽ 2:30 രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള നേതാക്കൾ, കേരളത്തിലുള്ള നേതാക്കൾ ഒക്കെ യോഗം ചേർന്ന് 3 തവണ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് 7:30, പിന്നെ 8 മണി, പിന്നെ 10:50 ഇങ്ങനെ 3 തവണ യോഗം ചേർന്ന് 2:30 വരെ വളരെ ഒരു മരത്തോൺ ചർച്ച നടത്തിയാണ് ഈ പട്ടികയിൽ എത്തിപ്പെട്ട് 11 മണിയോടെ AICC ഓഫീസ് 10 മണിക്ക് തുറക്കും. 11 മണിയോടെ പട്ടിക AICCൻ്റെ വെബ് വിഭാഗം പട്ടിക പ്രസിദ്ധീകരണത്തിൽ നൽകും, മീഡിയ വിഭാഗം എന്നാണ് AICC വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ തവണത്തെ ഈ പട്ടികയിൽ ആകെ 37 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. 32 സീറ്റുകൾ മാറ്റിവെക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള സീറ്റുകളിൽ വളരെ പ്രധാനപ്പെട്ടത് 5 സീറ്റുകൾ മാറ്റിവെച്ചുള്ള ബാക്കി പട്ടികയാണ് പുറത്തുവിടുന്നത് എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് പുലർച്ചെ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ എംപിമാരുടെ കാര്യത്തിലും വളരെ കടുംപിടുത്തമാണ് ഹൈക്കമാൻഡ് നടത്തിയ. ഹൈക്കമാൻഡ് അതിനുള്ള പ്രധാന കാരണം, ഒന്ന്, കോൺഗ്രസിലെ ദേശീയ നേതൃത്വം കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തോടൊപ്പം നിന്നു എന്നുള്ളതാണ്. എന്നാൽ ഒടുവിൽ സംസ്ഥാന നേതൃത്വം സുധാകരന് വേണ്ടിയിട്ട് സുധാകരന് സീറ്റ് കൊടുത്ത് പ്രശ്നം ഒഴിവാക്കാൻ മാക്സിമം ശ്രമിച്ചെങ്കിലും പിന്നെ കേന്ദ്ര നേതൃത്വം അതിൽ വഴങ്ങിയില്ല. ഖാർഗെയുടെ കടുംപിടുത്തം തന്നെ അക്കാര്യത്തിലുണ്ട്. ഖാർഗെയാണ് പറഞ്ഞത്, താൻ നേരത്തെ തന്നെ നിങ്ങളൊരു തീരുമാനമെടുത്തു, എൻ്റെ അടുത്ത് വന്നു, ഞാനത് മാധ്യമങ്ങളോട് പറഞ്ഞു, ഇനി അതിൽ നിന്ന് മാറാൻ കഴിയില്ല, അതൊരു നയപരമായ തീരുമാനമാണ് എന്നതാണ് എംപിമാരോട് അതാത് സ്ഥലത്ത് PCC പ്രസിഡന്റുമാർ സംസാരിച്ച് പ്രശ്നം പരിഹരിക്കൂ എന്നൊരു നിർദ്ദേശവും ഖാർഗെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പട്ടികയിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരെ ശബരിനാഥ് മത്സരിക്കുന്നു എന്നാണ് ന്യൂസ് മലയാളം നേരത്തെ തന്നെ ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തതാണ്. ശബരിനാഥനാണ് നേമത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത്. അതുപോലെ ശിവകുമാർ ഒടുവിൽ അരുവിക്കരെത്തിയിരിക്കുന്നു. കാരണം VS ശിവകുമാർ മത്സരിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. അത് CMPക്ക് കൊടുത്തത് കൊണ്ട് തന്നെ ആ VS ശിവകുമാറിനെ അരുവിക്കരയിലേക്ക് മാറ്റിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ശക്തൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. കാരണം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി പ്രായാധിക്യമുണ്ടെന്നും സ്ഥാനാർത്ഥിത്വം കൊടുക്കരുതുമെന്ന് രമേശ് ചെന്നിത്തല ശക്തമായി വാദിച്ചെങ്കിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേനും മുതിർന്ന നേതാക്കൾക്കൊക്കെയും സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇപ്പൊ നമുക്ക് VS ശിവകുമാർ കാലങ്ങളായിട്ടുള്ള വലിയ മുതിർന്ന നേതാവാണ്, കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻ മന്ത്രിയാണ്, MLA ആണ്, എല്ലാ രീതിയിലും പിടിപാടുള്ള കീ പൊസിഷനിലൊക്കെയും ഇരുന്നിട്ടുള്ള നേതാവാണ് ശിവകുമാർ. അതേപോലെ N ശക്തൻ മുൻ സ്പീക്കറാണ്, മന്ത്രിയാണ്. N ശക്തന്റെ പേര് വരുന്നു, വർക്കല കഹാറിന്റെ പേര് വരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മുൻ മന്ത്രിമാരെല്ലാം കരുത്തുറ്റ നേതാക്കളൊക്കെയും വരികയാണ് ഈ പട്ടികയിലേക്ക്. അതെ സെലിൻ, കാരണം തിരുവനന്തപുരം ജില്ലയിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ള സമയത്ത് 9ഓളം MLA-മാരുണ്ടായിരുന്ന കോൺഗ്രസിന് 9ഓളം UDF-ന് 9ഓളം MLA-മാരുള്ള ഒരു ജില്ലയായിരുന്നു. എന്നാൽ നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിയമസഭയിലെ പ്രാതിനിധ്യം വളരെ കുറവാണ്. വിൽസൺ മാത്രമാണ് കോൺഗ്രസിനെ ഷുവറായി ഒരു മത്സര രംഗത്താൽ വിജയിക്കും എന്നുറപ്പുള്ള. ആ സമയത്താണ് വട്ടിയൂർക്കാവിൽ K മുരളീധരനെയും അതുപോലെ ശക്തനെയും നേരത്തെ
സേലക്ഷി പറഞ്ഞ പോലെ വി ശിവകുമാറിനെയും ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആകെ സീറ്റ് നിഷേധിക്കപ്പെട്ട മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞാൽ പാലോളി രവി വാമനപുരത്ത് മാത്രമാണ്. മറ്റു അതായത് നെയ്യാറ്റിൻകര സനലടക്കമുള്ള മുഴുവൻ പഴയ മുഖങ്ങൾക്ക് പൂർണ്ണതോതിൽ തിരുവനന്തപുരത്ത് സീറ്റ് വിഭജിച്ച് നൽകിയിരിക്കുന്നു എന്നതാണ് സേലക്ഷ്മി അതിൻ്റെ പ്രത്യേകത. കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ദീപ്തി മേരി വർഗീസ് ഈ തവണയും കണ്ണുനീരിൽ ദീപ്തമായിരിക്കേണ്ടി വരും എന്നതാണ്. കാരണം ഒരേ ഒരു സീറ്റാണ് തനിക്ക് അവകാശപ്പെട്ടതായി താൻ പറയുന്നു എന്നതാണ് വി ഡി സതീശൻ CEC-യിൽ പറഞ്ഞത്. വി ഡി സതീശൻ്റെ ഒറ്റ കണ്ടുപിടുത്തമാണ് ദീപ്തി മേരി വർഗീസിന് വിനയായത്. ഏതായാലും അടിച്ച പോസ്റ്ററുകൾ എന്ത് ചെയ്യണമെന്നുള്ളത് ദീപ്തി തീരുമാനിക്കട്ടെ എന്ന രീതിയിലുള്ള കമൻറ്റുകൾ നമുക്ക് നമ്മളെ സൈറ്റിൽ തന്നെ അല്ലെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ മെസ്സേജ് ബോക്സിൽ കാണാറുണ്ട്. ഏതായാലും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കെ സുധാകരൻ്റെയും അതുപോലെ അടൂർ പ്രകാശിൻ്റെയും മണ്ഡലങ്ങളിൽ അവരുടെ നോമിനികൾക്ക് സീറ്റ് പട്ടികയിൽ ഇടം നൽകിയില്ല എന്നുള്ളതാണ്. അതാണ് അടുത്ത ഒരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നത്. സീറ്റ് നൽകിയില്ല അത് പോട്ടെ, എന്നാൽ സീറ്റ് നൽകുന്നതിനപ്പോൾ അവർ പറഞ്ഞ വ്യക്തികൾക്ക് അല്ലെ അവരോട് തങ്ങൾക്ക് പകരം വേറെ ആരെയും നിർദ്ദേശിച്ചാൽ പോലും അത് പോലും ഹൈക്കമാൻഡ് പരിഗണിക്കില്ല എന്നുള്ളതാണ്. ഇത് ആകെ തുകയിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തോടൊപ്പം ഹൈക്കമാൻഡ് ചില തീരുമാനങ്ങൾ എടുത്തുവെന്നാണ്. അതിൽ ഏറ്റവും പ്രധാനം എൽദോസ് കുന്നപ്പള്ളിയാണ്. എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി ഹൈക്കമാൻഡിനോടും അല്ലെങ്കിൽ CEC-യോടും ഒറ്റക്കെട്ടായിട്ടാണ് KPC നേതൃത്വം ആവശ്യപ്പെട്ടത്. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കണം, അത് അദ്ദേഹത്തിന് വിജയ സാധ്യതയുണ്ട്. എന്നാൽ അത് നയപരമായ ഒരു തീരുമാനമായതിനാൽ അക്കാര്യത്തിൽ CEC കോൺഗ്രസ് KPCC നേതൃത്വത്തിൻ്റെ രണ്ടാമതുള്ള സമ്മർദ്ദവും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രത്യേകത. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ MK രാഘവൻ നടത്തിയ സമ്മർദ്ദവും ഫലം കണ്ടില്ല. മുഴുവൻ സീറ്റുകളും കോഴിക്കോട് ജില്ലയിൽ പ്രഖ്യാപിച്ച ഒരു സമ്മർദ്ദത്തിനും പാർട്ടി അല്ലെങ്കിൽ ഹൈക്കമാൻഡോ CEC-യോ വഴങ്ങില്ല എന്ന ഒരു സൂചന കൂടി നൽകുന്നു. അതേപോലെ വളരെ സീറ്റുകൾ വെച്ചുമാറുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല ചടയമംഗലം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. ചടയമംഗലം ലീഗിന് നൽകും എന്നതാണ് ഏറ്റവും ഒടുവിൽ വിവരം വരുന്നത്. അങ്ങനെയാണെങ്കിൽ INDC-യുടെ സംസ്ഥാന പ്രസിഡന്റായ ചന്ദ്രശേഖരന് സീറ്റുണ്ട്. കഴിഞ്ഞ 19 വർഷമായി INDC സംസ്ഥാന പ്രസിഡന്റാണ് ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും നിയമസഭയിലോ ലോക്സഭയിലോ മത്സരിക്കാൻ സീറ്റ് ലഭിച്ചിട്ടില്ല ശ്രീലക്ഷ്മി. അതുപോലെ നിരവധി സർപ്രൈസുകളും നിരവധി വിസ്മയങ്ങളുമുള്ള ഒരു പട്ടിക തന്നെയാണ്. പട്ടിക പുറത്തു വരുമ്പോൾ നമുക്ക് കൂടുതൽ അക്കാര്യത്തിൽ ഇപ്പോൾ നേരത്തെയുള്ള പട്ടികയിൽ 18 ഭൂരിപക്ഷം. അതിനൊപ്പം ഇനി ശരത്ത് സുധാകരന്റെ അടുത്ത നീക്കം കൂടി അറിയണമല്ലോ. ഇപ്പൊ 11 മണിയോടെ പട്ടിക വന്നാൽ 12 മണിയോട് കൂടി മാധ്യമങ്ങളെ സുധാകരൻ കാണുമെന്നാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ് അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഇപ്പം സുധാകരനെ മെരുക്കാൻ മാരത്തൺ ചർച്ചകൾ ഇന്നലെയും പുലർച്ചെ വരെയും ഇന്നും ഒക്കെ കണ്ടിരുന്നു. പക്ഷേ ഫ്ളാറ്റിൽ നിന്നും പുറത്തിറങ്ങാൻ കൂട്ടാക്കാത്ത, ചർച്ചകൾക്ക് വഴങ്ങാത്ത സുധാകരൻ നമ്മുടെ കണ്ണിന് മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോൾ ഒരു മയപ്പെട്ട സുധാകരൻ ആയിരിക്കുമോ അതോ ഒരു കടുത്ത തീരുമാനം പറയാനുള്ള സാധ്യതയുണ്ടോ? സുധാകരൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം കെ സുധാകരനെ സംബന്ധിച്ചോളം അദ്ദേഹം പാർട്ടി ലൈനിൽ അംഗീകരിക്കുകയാണെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് അംഗീകരിക്കാം. മറിച്ച് പത്രസമ്മേളനം വിളിച്ച് അല്ലെങ്കിൽ പത്രലേഖകരോട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ക്ഷുഭിതനായ സുധാകരനെ ആയിരിക്കണം നമ്മൾ അതിൽ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഹൈക്കമാൻഡ് തീരുമാനവും കോൺഗ്രസ് തീരുമാനവും അല്ലെങ്കിൽ UDF ഒറ്റക്കെട്ട് എന്നൊക്കെ പറയാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം മതി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അദ്ദേഹം അത് ഇന്നലെ തന്നെ പത്രസമ്മേളനം മാറ്റിവെച്ചത്. ഓക്കെ ശരത്ത്, അപ്പോൾ നോക്കാം എന്തായിരിക്കും സുധാകരൻ തുടർന്ന് നീക്കുമെന്ന്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ കണ്ണൂരിലേക്കും കൂടി നമുക്ക്